KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനി കുവൈറ്റിലെ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ആ കമ്പനിയിൽ പണിയെടുത്തിരുന്നവരാണ് 20,000-ഓളം തൊഴിലാളികളുണ്ട്. അതിൽ കൂടുതലും മലയാളികളുമുണ്ട്, ഫിലിപ്പീനികളുമുണ്ട്. അപ്പോൾ ആ മലയാളികൾ കൂടുതലും താമസിക്കുന്നത് മംഗഫ് എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. NBTCയുടെ ക്യാമ്പ് നമ്പർ 4-ൽ ബ്ലോക്ക് 4 എന്ന് പറയുന്ന സ്ഥലത്താണ്. മംഗഫിലെ ബ്ലോക്ക് 4 എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരം ധാരാളം ലേബർ ക്യാമ്പുകളുണ്ട്. ആ ലേബർ ക്യാമ്പുകളിൽ ഒന്നാണ് ഈ കെട്ടിടം. ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് സെക്യൂരിറ്റി സ്റ്റാഫായ ഒരു ഈജിപ്ഷ്യൻ പൗരൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മുറിയിലാണ് ആദ്യമായി സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ പുലർച്ചെ 4:05 കൂടിയാണ് സംഭവം ഉണ്ടാവുന്നത്. ഗ്യാസ് സിലിണ്ടർ ഈ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ മുറിയിൽ പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് ആ പൊട്ടിത്തെറി മുകളിലത്തെ നിലയിലേക്ക് പോവുകയും അവിടെയുള്ള മറ്റ് ഗ്യാസ് സിലിണ്ടറുകളിലൂടെ തീ പടർന്നു പിടിക്കുകയും പിന്നീട് ഒരു അഗ്നിഗോളമായി താഴത്തെ നില മാറുകയും ചെയ്തു. അവിടെ നിന്ന് മുകളിലേക്ക് തീ പടരുകയും തീ പടരുന്നതിനോടൊപ്പം പുകച്ചുരുളുകൾ സ്റ്റെയർകേസ് വഴി മുകളിലേക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഗാഠനിദ്രയിലാണ്ടിരുന്നു. പുലർച്ചെ 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് സമയം. പലരും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചിലർ പുലർച്ചെ ഷിഫ്റ്റിന് പോകാൻ വേണ്ടി ഉണർന്നെഴുന്നേൽക്കുന്ന സമയം. ആ സമയത്താണ് ഈ അഗ്നിഗോളമായി മാറുന്നത്. അപ്പോൾ ഈ അഗ്നിബാധയുണ്ടായി പുകച്ചുരുളുകൾ മുകളിലേക്ക് വരുമ്പോൾ ഉറങ്ങിക്കിടന്നിരുന്നവർ ഈ മരിച്ചവരിൽ കൂടുതൽ ആളുകളും ഉറക്കത്തിൽ തന്നെ മരിച്ചുപോയി എന്നാണ് നമ്മളോട് ഇന്നലെ സംസാരിച്ച KMCCയുടെ ഒക്കെ പ്രതിനിധികൾ പറയുന്നത്. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുകയും എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയുമാണ്. ഇനി ചില ആളുകളാവട്ടെ ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടാൻ ശ്രമം നടത്തി. അങ്ങനെ ചാടിയവർ താഴത്തെ ബാൽക്കണിയിലേക്ക് തലയിടിച്ചു വീണ് മരിച്ചവരുണ്ട്. അതിൽ ചേർ വെള്ളക്കെട്ടിലേക്ക് എടുത്ത് ചാടിയവരുണ്ട്. അവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ആ വാട്ടർ ടാങ്കിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുണ്ട്.